പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 19. പ്രധാന വാർത്തകൾ. മസ്കത്ത് ഗവർണറേറ്റിലെ വാണിജ്യ കടയിൽ നിന്നും നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് കേബിളുകൾ മോഷ്ടിച്ച സംഭവത്തിൽ 3 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗവർണറേറ്റിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷനാണ് പിടികൂടിയത്. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. പ്രവാസം നിർത്തി നാട്ടിലേക്ക് മടങ്ങുന്ന കുഞ്ഞി മുഹമ്മദിന് യാത്രയയപ്പ് നൽകി. മത്രയിൽ ദീർഘകാലമായി പ്രവാസിയായിരുന്ന പൊന്നാനി സ്വദേശി കുഞ്ഞി മുഹമ്മദിന് മത്ര KMCCയാണ് യാത്രയയപ്പ് നൽകിയത്. മത്ര KMCCയുടെ സഹകാരിയായിരുന്നു കുഞ്ഞി മുഹമ്മദ്. യാത്രയയപ്പ് യോഗത്തിൽ മസ്കത്ത് KMCC വൈസ് പ്രസിഡന്റ് നവാസ് ചെങ്കള ഷാൾ അണിയിച്ചു. സ്വാദിഖ് അടൂർ, ഷുഹൈബ് എടക്കാട്, റാഷിദ് പൊന്നാനി, നാസർ തൃശൂർ, നാസർ പയ്യന്നൂർ, റിയാസ് കൊടുവള്ളി, നസൂർ ചപ്പാരപ്പടവ്, അഫ്താബ് എടക്കാട് എന്നിവർ പങ്കെടുത്തു. ഗാലൻസ് FC ഒമാൻ ബവാബയുമായി ചേർന്ന് സംഘടിപ്പിച്ച ലീഗ ഡി ഫുട്ബോൾ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ യുണൈറ്റഡ് കേരള ജേതാക്കളായി. ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞ ഫൈനൽ മത്സരത്തിൽ ഡൈനാമോസ് FCയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പരാജയപ്പെടുത്തി കിരീടമണിഞ്ഞത്. 3ാം സ്ഥാനം സൈനോ FCയും 4ാം സ്ഥാനം നിസ്വ FCയും കരസ്ഥമാക്കി. 1 മുതൽ 4 സ്ഥാനക്കാർക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകി. ടൂർണമെന്റിലെ മികച്ച കീപ്പറായി മൊഹ്സിൻ, ടോപ്പ് സ്കോറർ നദീം, മികച്ച കളിക്കാരനായി ബദർ, ഡിഫൻഡറായി നിദിൽ എന്നിവരെയും തിരഞ്ഞെടുത്തു. ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അസ്സബാഹിന്റെ വിയോഗത്തിൽ അനുശോചനവും സാന്ത്വനവും പകർന്ന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് കുവൈത്തിലെത്തി. സുൽത്താനെയും പ്രതിനിധി സംഘത്തെയും അമീരി ദിവാൻ കാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ അബ്ദുള്ള അൽ മുബാറക് അസ്സബാഹ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസ്സബാഹ്, ഷെയ്ഖ് നാസർ അൽ മുഹമ്മദ് അൽ അഹമ്മദ് അസ്സബാഹ്, ഷെയ്ഖ് ജാബിർ അൽ മുബാറക് അൽ അഹമ്മദ് അസ്സബാഹ്, ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അസ്സബാഹ്, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അസ്സബാഹ്, മറ്റു സഹാബ് കുടുംബാംഗങ്ങൾ എന്നിവരെ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അനുശോചനം അറിയിച്ചു. അമീറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഷെയ്ഖ് നവാഫിന്റെ വിയോഗം മൂലമുണ്ടായ വേദന മറികടക്കാൻ അസ്സബാഹ് കുടുംബത്തിനും കുവൈത്ത് ജനതയ്ക്കും മനഃശക്തി നൽകാൻ സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെന്നും സുൽത്താൻ പറഞ്ഞു. ഒമാനിലെ വളാഞ്ചേരി നിവാസികളുടെ കൂട്ടായ്മയായ വളാഞ്ചേരി ഒമാൻ കൂട്ടായ്മ 7ാമത് വാർഷിക സംഗമം ജനുവരി 26 ബർക്ക ഒയാസിസ് ഫിർദൌസ് ഫാം ഹൗസിൽ സംഘടിപ്പിക്കും. സംഗമത്തിന്റെ നടത്തിപ്പിനായി അരീക്കാടൻ ഹഫ്സൽ കൺവീനറായി വിപുലമായ സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. കൂട്ടായ്മ അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാസാംസ്കാരിക വൈജ്ഞാനിക പരിപാടികൾ അരങ്ങേറും. ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ദാനിക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ആശംസകൾ കൈമാറി. അമീറിന് നല്ല ആരോഗ്യവും ദീർഘായുസ്സും നേരുകയാണെന്നും അദ്ദേഹത്തിന് കീഴിൽ ഖത്തർ ജനത കൂടുതൽ വളർച്ചയും സമൃദ്ധിയും കൈവരിക്കട്ടെയെന്നും കേബിൾ സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് മസ്കത്ത് ഗവർണറേറ്റിൽ നിന്ന് 28 പ്രവാസി തൊഴിലാളികളെ അധികൃതർ അറസ്റ്റ് ചെയ്തു. തൊഴിൽ മന്ത്രാലയത്തിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബർ വെൽഫെയർ മുഖേന മസ്കത്ത് ഗവർണറേറ്റിലെ വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത്. പ്രവാസി തൊഴിലാളികൾക്കിടയിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. നിയമങ്ങൾ ലംഘിച്ച് പല പ്രവാസി തൊഴിലാളികളും ഇരുമ്പും സ്ക്രാപ്പുകളും മറ്റും ശേഖരിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നതായി അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുമായി ആഡംബര കപ്പൽ കസബ് തുറമുഖത്തെത്തി. 2240 യാത്രക്കാരുമായി MMC ഓപ്പറ ക്രൂസ് കപ്പലാണ് കഴിഞ്ഞ ദിവസം തുറമുഖത്ത് നങ്കൂരമിട്ടത്. വിനോദസഞ്ചാരികൾക്കും കപ്പലിനും മുസന്തം ഗവർണറേറ്റിലെ ഹെറിറ്റേജ് ആൻഡ് ടൂറിസം വകുപ്പ് ഊഷ്മളമായ സ്വീകരണം നൽകി. ശൈത്യകാല ടൂറിസത്തിന്റെ ഭാഗമായി ഇതിനകം നിരവധി ക്രൂസ് കപ്പലുകളാണ് രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിലെത്തിയത്. സഞ്ചാരികളെ ആകർഷിക്കാനായി പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ കപ്പലുകൾ മത്രയടക്കമുള്ള തുറമുഖങ്ങളിൽ എത്തിച്ചേരും. സഞ്ചാരികളുടെ വരവ് ടൂറിസം രംഗത്തും പുത്തനുണർവ് പകർന്നിട്ടുണ്ട്. രാജ്യത്ത് ശൈത്യകാലം പതിയെ വരവറിയിച്ചതോടെ തണുപ്പകറ്റാനുള്ള സാധനങ്ങൾക്ക് ആവശ്യക്കാർ ഏറി.
മാളുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും പരമ്പരാഗത സൂക്കുകളിലും ശൈത്യകാല വസ്ത്രങ്ങളുടെ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞു. വസ്ത്രവിഭാഗത്തിൽ വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിച്ചതിൽ കൂടുതലും വിന്റർ കാലാവസ്ഥാ വസ്ത്രങ്ങളും ജാക്കറ്റുകളുമാണ്. അവധി ആഘോഷിക്കാൻ ആളുകൾ തിരഞ്ഞെടുക്കുന്ന സുഖവാസ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ കൊടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ജാക്കറ്റും കയ്യുറയും സോക്സും തൊപ്പിയും ഷാളും പുതപ്പും എന്നിവ തേടിയാണ് ആളുകൾ എത്തുന്നതെന്ന് മാളുകളിലെ റെഡിമെയ്ഡ് വിഭാഗത്തിലെ സെയിൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. 2 വർഷം മുമ്പ് റൂം ഹീറ്ററായിരുന്നു തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റിരുന്നതെങ്കിലും ഇപ്പോൾ ഇതിന് ആവശ്യക്കാർ കുറവാണെന്ന് സുഹാർ സൂക്കിൽ വർഷങ്ങളായി തണുപ്പകറ്റാനുള്ള വസ്ത്രങ്ങൾ വിൽക്കുന്ന കട നടത്തുന്ന തലശ്ശേരി സ്വദേശി മഷൂദ് പറയുന്നു. അടുക്കള ബജറ്റ് താളം തെറ്റിച്ച് സവാളയുടെ വിലക്കുതിപ്പ് തുടരുന്നു. വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള ഇന്ത്യൻ സവാളയുടെ വരവ് നിലച്ചതാണ് വില ക്രമാതീതമായി വർദ്ധിക്കാൻ കാരണമായത്. ഇത് പ്രവാസികളടക്കമുള്ള ഉപഭോക്താക്കളെ ഒന്നടങ്കം ബാധിച്ചിരിക്കുകയാണ്. കിലോ 200 പൈസ ഉണ്ടായിരുന്ന സവാളയ്ക്കിപ്പോൾ 600-700 പൈസ എന്ന നിലയിലേക്ക് ചില്ലറ വിൽപ്പന എത്തിയിരിക്കുകയാണ്. 20 കിലോ തൂക്കം വരുന്ന ഇന്ത്യൻ സവാള പെട്ടിക്ക് 11 റിയാലാണ് മൊത്തവില. രുചിയിലും ഗുണമേന്മയിലും മുന്നിട്ട് നിൽക്കുന്നതിനാൽ ഏറെ ആവശ്യക്കാരുള്ള ഇന്ത്യൻ സവാളയുടെ കയറ്റുമതിക്ക് താൽക്കാലികമായി നിരോധനം നിലനിൽക്കുന്നതിനാൽ വിപണിയിൽ ഇന്ത്യൻ സവാളയ്ക്ക് ക്ഷാമം നേരിടുകയാണ്. ഇന്ത്യൻ സവാളയോട് അല്പമെങ്കിലും രുചിയിൽ സാമ്യമുള്ള പാകിസ്ഥാൻ ഉള്ളിക്കും തീവിലയാണ്. പാകിസ്ഥാൻ സവാള 20 കിലോ ചാക്കിന് മൊത്തവില 9 റിയാലാണ്. വർത്തമാന ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് നിരവധി ചോദ്യങ്ങൾ ഉയർത്തി തിയേറ്റർ ഗ്രൂപ്പ് മസ്കത്തിന്റെ 7ാമത് നാടകം സഫലമീ യാത്ര റൂവി അൽഫലാജ് ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ അരങ്ങേറി. കേരള സംസ്ഥാന അവാർഡ് ജേതാവ് ജയൻ തിരുമനയുടെ രചനയിൽ തിയേറ്റർ ഗ്രൂപ്പ് മസ്കത്തിനു വേണ്ടി എല്ലാ നാടകങ്ങളും സംവിധാനം നിർവഹിച്ചിട്ടുള്ള അൻസാർ ഇബ്രാഹിം തന്നെയാണ് സഫലമീ യാത്രയ്ക്കും രംഗഭാഷ ഒരുക്കിയത്. വർത്തമാന ഭാരതത്തിലെ അവഗണിക്കപ്പെട്ടവരുടെയും അകറ്റി നിർത്തുന്നവരുടെയും വേദനയുടെ ഒറ്റയടിപ്പാതയിലൂടെ നാടകം സഞ്ചരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.